പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ സമാധാനമകലെ. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്ക നിർദ്ദേശിച്ച സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മേഖലയിലുടനീളം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെയാണ് സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായത്. ഇറാൻ ഇതിനകം വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ കടുപ്പിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന മറുപടിയാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയതെന്നാണ് സൂചന. മേഖലയിലുടനീളം പ്രത്യേകിച്ച് ലെബനോണിൽ അടക്കം യുദ്ധം അവസാനിപ്പിക്കണം, ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം നയതന്ത്ര ചർച്ച നടക്കുമ്പോഴെല്ലാം അമേരിക്ക സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് ആരോപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിക്കിടെ വീണ്ടും എണ്ണവില വർദ്ധിച്ചു. തിങ്കളാഴ്ച ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $3 ഉയർന്ന് $104.47 അതേസമയം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അമേരിക്കൻ സാമ്പത്തിക സഹായം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി CBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുഎഇയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വീണ്ടും ക്ലാസ് റൂം പഠനം ആരംഭിച്ചു. മികച്ച അറ്റൻഡൻസ് ആണ് രേഖപ്പെടുത്തിയത്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സെഷനുകളാണ് ആദ്യ ദിവസങ്ങളിൽ നടക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 50 ദിവസം അടഞ്ഞുകിടന്ന സ്കൂളുകൾ കഴിഞ്ഞ മാസം 20-നാണ് വീണ്ടും തുറന്നത്. യുഎഇയിലേക്ക് ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയതോടെ കഴിഞ്ഞയാഴ്ച ക്ലാസ് റൂം പഠനം താൽക്കാലികമായി നിർത്തി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു. ആക്രമണം രൂക്ഷമാകാത്ത സാഹചര്യത്തിൽ ക്ലാസ് റൂം പഠനം ഇന്ന് പുനരാരംഭിച്ചു. സുരക്ഷാ പരിശോധനകളൊക്കെയും പൂർത്തിയാക്കിയ ശേഷമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനം. ദുബായ്, അബുദാബി സ്കൂളുകളിൽ മികച്ച അറ്റൻഡൻസ് ആണ് രേഖപ്പെടുത്തിയത്. സാധാരണ ദിവസം സ്കൂളിലെത്താറുള്ളത് പോലെ തന്നെ വിദ്യാർത്ഥികളെത്തി. വലിയ താൽപര്യത്തോടെയാണ് കുട്ടികൾ സ്കൂളിൽ തിരിച്ചെത്തിയതെന്ന് അധ്യാപകർ പറയുന്നു. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സെഷനുകൾ ആദ്യ ആഴ്ചയുണ്ടാകും. സ്പോർട്സ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസിന് പ്രാധാന്യം നൽകും. ചില സ്കൂളുകളിൽ ക്ലാസ് റൂം പഠനത്തിനൊപ്പം ഓൺലൈൻ പഠനവും തുടരുന്നുണ്ട്. വിദേശ സർവകലാശാലകളിലും ഹൈബ്രിഡ് രീതിയാണ് പിന്തുടരുന്നത്. 24 ദുബായ്. സൗദി അറേബ്യയിൽ ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള ബുക്കിംഗ് ഫീസ് അടയ്ക്കുന്നതിനുള്ള സമയപരിധിയിൽ മന്ത്രാലയം മാറ്റം വരുത്തി. വെള്ളിയാഴ്ച മുതൽ രണ്ടാംഘട്ട നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് പണം അടയ്ക്കാനുള്ള സമയം വെട്ടിക്കുറച്ചത്. അതേസമയം ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ഊർജിതമായ പശ്ചാത്തലത്തിൽ മക്കയും ജിദ്ദയും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ സ്കൂളുകൾക്ക് വ്യാഴാഴ്ച മുതൽ അവധി പ്രഖ്യാപിച്ചു. സ്വദേശികൾക്കും വിദേശ താമസക്കാർക്കും ആഭ്യന്തര ഹജ്ജ് ബുക്കിംഗ് ഉറപ്പാക്കാനായി അനുവദിച്ചിരുന്ന സമയപരിധിയിലാണ് മന്ത്രാലയം പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ വെള്ളിയാഴ്ച മുതൽ രണ്ടാംഘട്ട പേയ്മെന്റ് നടപടികൾ ആരംഭിക്കും. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് പണമടക്കാൻ 72 മണിക്കൂർ സമയം ലഭിക്കും. എന്നാൽ വെള്ളിയാഴ്ച മുതൽ ബുക്കിംഗ് നടത്തുന്നവർക്ക് വെറും 6 മണിക്കൂർ മാത്രമായിരിക്കും പണമടക്കാൻ സമയം അനുവദിക്കുക. നുസുക്ക് ആപ്പ് വഴി രജിസ്റ്റർ ചെയ്തവർക്ക് സദ്ദാദ് സംവിധാനത്തിലൂടെ പണമടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. കൂടുതൽ അപേക്ഷകർക്ക് അവസരം നൽകുന്നതിനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനുമാണ് മന്ത്രാലയത്തിന്റെ ഈ നീക്കം. നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ ബുക്കിംഗ് റദ്ദാകും. അതേസമയം ഹജ്ജ് കർമ്മത്തിനായുള്ള തയ്യാറെടുപ്പുകൾ സജീവമായതോടെ മക്ക, മദീന, ജിദ്ദ, തായിഫ് എന്നീ 4 നഗരങ്ങളിലെ സ്കൂളുകൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചു. ഈ വരുന്ന വ്യാഴാഴ്ച പ്രവൃത്തി സമയം കഴിയുന്നതോടെ വിദ്യാർത്ഥികൾക്ക് പെരുന്നാൾ അവധി ആരംഭിക്കും. എന്നാൽ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലെ സ്കൂളുകൾക്ക് ജൂൺ 9-നായിരിക്കും അവധി ആരംഭിക്കുക. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മക്കയിലെ ഹറമിനോട് ചേർന്നുള്ള സ്കൂളുകളിൽ പഠനം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹജ്ജിന് ശേഷം ദുൽഹജ്ജ് 15-ന് തിങ്കളാഴ്ച എല്ലാ സ്കൂളുകളും പുനരാരംഭിക്കും. 24 ജിദ്ദ. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മക്കയിലെയും മദീനയിലെയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് തീർത്ഥാടകർ. ഹജ്ജ് വേളയിലെ കടുത്ത തിരക്കൊഴിവാക്കാൻ
കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രധാന ചരിത്ര കേന്ദ്രങ്ങൾ കണ്ടു തീർക്കുകയാണ് ലക്ഷ്യം. മലയാളി തീർത്ഥാടകരും കൂട്ടത്തിലുണ്ട്. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് മുന്നോടിയായി പുണ്യഭൂമിയിലെത്തിയ തീർത്ഥാടകർ ഇപ്പോൾ ചരിത്ര കേന്ദ്രങ്ങളും പുണ്യസ്ഥലങ്ങളുമൊക്കെ സന്ദർശിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഒട്ടനവധി പുണ്യസ്ഥലങ്ങളും മസ്ജിദുകളുമാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനാലാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സന്ദർശനം പൂർത്തിയാക്കുന്നതെന്ന് അൽ ഹിന്ദു ഗ്രൂപ്പിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകർ പറഞ്ഞു. നമ്മുടെ ഇത്തവണത്തെ ഓൺഗോയിങ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം വല്ലാത്ത ടെൻഷനിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് ഹറമിന്റെ തൊട്ടടുത്തുള്ള ക്ലോക്ക് ടവറിൽ തന്നെയാണ് നമുക്ക് താമസം കിട്ടിയത്. അതിനുശേഷം ഉംറ നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല മിന, മുസ്ദലിഫ, അതുപോലെയുള്ള സൗർ ഗുഹ, ഹിറ ഗുഹ, ഇങ്ങനെയുള്ള ഇതിന് ചുറ്റുവട്ടുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് വന്നിരിക്കുന്നത്. മദീനയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അനുഗ്രഹവും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സൗദി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അറഫ, മിന, മുസ്ദലിഫ എന്നീ ഹജ്ജ് കേന്ദ്രങ്ങൾക്ക് പുറമെ ചരിത്ര പ്രധാനമായ സൗർ ഗുഹ, ഹിറ ഗുഹ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശകരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന്റെ സമയത്ത് വിശാലമായ അറഫ മൈതാനത്തോ ജബലുർ റഹ്മ മലയിലോ സമാധാനത്തോടെ സന്ദർശനം നടത്തുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ അറഫയിൽ ഇപ്പോൾ തന്നെ പല തീർത്ഥാടകരും സന്ദർശനം നടത്തുന്നു. അറഫ ദിനത്തിന്റെ അന്ന് ഈ ജബലുർ റഹ്മയും ഇതിന്റെ പരിസര പ്രദേശങ്ങളും എവിടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെ ഈ തീർത്ഥാടകർക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. മക്കയ്ക്ക് പുറമെ മദീനയിലെ പുണ്യസ്ഥലങ്ങളും ചരിത്ര കേന്ദ്രങ്ങളും സന്ദർശിച്ചാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. 5-6 ദിവസങ്ങൾ മാത്രമാണ് ഹജ്ജ് കർമ്മങ്ങൾ നീണ്ടു നിൽക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകർ ഇത്തരം പുണ്യസ്ഥലങ്ങളും ചരിത്ര സ്ഥലങ്ങളും സന്ദർശിക്കുകയാണ് ചെയ്യുക. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഹജ്ജ് സുരക്ഷയുടെ ഭാഗമായി മക്കയിൽ പരിശോധന കർശനമാക്കി. പെർമിറ്റ് ഇല്ലാത്തവരെ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും നഗരത്തിനുള്ളിലെ വിവിധ പോയിന്റുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. മക്കയിലും പരിസര പ്രദേശങ്ങളിലും പഴുതടച്ച സുരക്ഷാ പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ അനധികൃതമായി ഒരാൾ പോലും മക്കയിലേക്ക് പ്രവേശിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മക്കയിലേക്കുള്ള അതിർത്തി കവാടങ്ങളിൽ ഓരോ വാഹനവും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത്. തീർത്ഥാടകരുടെ നുസുക്ക് കാർഡും ഹജ്ജ് പെർമിറ്റും വിവിധയിടങ്ങളിൽ സ്കാൻ ചെയ്ത് ഉറപ്പുവരുത്തുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഹറം പള്ളിയുടെ മുറ്റത്തേക്ക് പ്രവേശിക്കാൻ പോലും കൃത്യമായ പെർമിറ്റ് പരിശോധനയുണ്ട്. പരിശോധന കർശനമാക്കിയത് തിരക്ക് നിയന്ത്രിക്കാനും പെർമിറ്റുള്ള തീർത്ഥാടകർക്ക് സമാധാനപരമായി കർമ്മങ്ങൾ പൂർത്തിയാക്കാനും വലിയ സഹായമാകുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഹറമിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ റോഡുകളിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. ഹാജിമാരല്ലാത്ത ഒരാളെയും ഹറമിന്റെ പരിസരത്തേക്ക് കടത്തിവിടാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കമല്ല. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വരുന്ന എല്ലാ ഹാജിമാർക്കും അവരുടെ തവാഫും സഅയും അവരുടെ എല്ലാ കർമ്മങ്ങളും വളരെ നല്ല രൂപത്തിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിയമം ലംഘിച്ച് മക്കയിലേക്ക് കടക്കുന്നവർക്കും അവർക്ക് സഹായം നൽകുന്നവർക്കും എതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. 1 ലക്ഷം റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവുമാണ് ശിക്ഷ. കൂടാതെ വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. മക്കയിലെ പ്രവാസികളും മറ്റും താമസിക്കുന്ന കെട്ടിടങ്ങളിലും പരിശോധന തുടരുകയാണ്. മക്കയിൽ താമസിക്കാൻ ഹജ്ജ് പെർമിറ്റോ അല്ലെങ്കിൽ മക്കയിൽ ജോലി ചെയ്യാനുള്ള പ്രത്യേക അനുമതിയോ നിർബന്ധമാണെന്ന് അധികൃതർ ആവർത്തിച്ചു വ്യക്തമാക്കി. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ബലിപ്പെരുന്നാൾ അടുത്തിരിക്കെ ഓൺലൈൻ ഓഫർ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. യാത്രാ ടിക്കറ്റ് മുതൽ ഡ്രസ്സ് വരെ വ്യാജ ഓഫർ നൽകി പണം തട്ടാൻ ശ്രമം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറി ഷോപ്പിംഗ് നടത്തരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടക്കുന്നത് ബലിപെരുന്നാൾ സമയത്താണ്. ഈ സമയത്ത് തന്നെയാണ് കൂടുതൽ തട്ടിപ്പുകാർ പുറത്തിറങ്ങുന്നതും. ഓഫറുകൾ വഴി ഉപഭോക്താക്കളെ വലയിലാക്കുന്നതാണ് ഇവരുടെ രീതി. വിമാന ടിക്കറ്റ് ബുക്കിംഗ്, വസ്ത്രവ്യാപാരം, ഇലക്ട്രോണിക് സാധനങ്ങളുടെ വിൽപ്പന തുടങ്ങി എന്തിലും ഏതിലും തട്ടിപ്പ് നടക്കാറുണ്ട്. ഓൺലൈൻ ഓഫറുകൾ ഒരുക്കി ഉപഭോക്താക്കളുമായി അടുക്കും, ശേഷം പണം തട്ടും. മിക്കപ്പോഴും ഇത്തരത്തിൽ ബുക്ക് ചെയ്യുന്ന സാധനങ്ങളോ സേവനങ്ങളോ ഉപഭോക്താക്കൾക്ക് ലഭിക്കാറില്ല. അഥവാ കിട്ടിയാലും ഓൺലൈനിൽ കാട്ടിയിരിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി
ഗുണമേന്മയില്ലാത്തവയാകും ലഭിക്കുക. അതിവേഗം അവസാനിക്കുന്ന ഡീലുകളെയും കരുതിയിരിക്കണമെന്ന് ദുബായ് പോലീസ് പറയുന്നു. ഡീൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ സൈറ്റുകൾ അപ്രത്യക്ഷമാകും. അതിനുള്ളിൽ തട്ടിപ്പുകാർ വലിയ സംഖ്യ കീശയിലാക്കിയിരിക്കും. ഓൺലൈൻ അക്കൗണ്ടുകളുടെ ആധികാരികത എപ്പോഴും പരിശോധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഓർഡർ നൗ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും സൂക്ഷ്മത പാലിക്കണം. വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകി ഷോപ്പിംഗ് നടത്തരുതെന്നും മുന്നറിയിപ്പുണ്ട്. 24 ദുബായ്. കേരളത്തിൽ UDFന്റെ തിളക്കമാർന്ന വിജയത്തിൽ ജിദ്ദ KMCC വിജയാരവം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് പ്രതീകാത്മക പ്രകടനം, പായസ വിതരണം, ഗാനമേള തുടങ്ങിയവയും സംഘടിപ്പിച്ചു. വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. CK റസാഖ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ദുബായ് വിമാനത്താവളത്തിലെ റെഡ് കാർപ്പറ്റ് സേവനം ഉപയോഗിച്ചത് 8 ലക്ഷം യാത്രക്കാരാണ്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സ്മാർട്ട് യാത്രാ സംവിധാനങ്ങളിൽ ഒന്നായാണ് റെഡ് കാർപ്പറ്റ് വിലയിരുത്തപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോമെട്രിക് സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച റെഡ് കാർപ്പറ്റ് സംവിധാനം പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ കാണിക്കാതെ തന്നെ യാത്രക്കാർക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അറൈവൽ ഡിപ്പാർച്ചർ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ്. 2026 ഏപ്രിൽ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം അർഹരായ യാത്രക്കാരിൽ 83% പേരും ഈ സേവനം ഉപയോഗിച്ചത് ഡിജിറ്റൽ യാത്രാ സംവിധാനത്തിലേക്കുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ തെളിവാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ മുൻപ് 12.5 സെക്കൻഡ് എടുത്തിരുന്നുവെങ്കിൽ റെഡ് കാർപ്പറ്റ് സംവിധാനത്തിലൂടെ അത് വെറും 3.4 സെക്കൻഡായി ചുരുങ്ങി. അതായത് 60% സമയലാഭമാണ് കൈവരിച്ചത്. ഒരു സമയം ഒരാൾ എന്ന രീതിയിൽ നിന്ന് 10 യാത്രക്കാരെ ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമായും പദ്ധതി വികസിച്ചുവെന്ന് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. മുൻപ് ആവശ്യമായിരുന്ന 2 യാത്രാരേഖകളുടെ ആവശ്യകത പൂർണ്ണമായും ഒഴിവാക്കുകയും എല്ലാ കോണ്ടാക്ട് പോയിന്റുകളും ഇല്ലാതാക്കുകയും ചെയ്തതിലൂടെ പ്രവർത്തന മികവിലും ഡിജിറ്റൽ ഏകീകരണത്തിലും വലിയ മുന്നേറ്റമാണ് കൈവരിച്ചത്. റെഡ് കാർപ്പറ്റ് ഒരു സാങ്കേതിക നവീകരണം മാത്രമല്ലെന്നും ദുബായിയുടെ ആഗോള കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്ന സമഗ്ര യാത്രാനുഭവമാണെന്നും GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർരി പറഞ്ഞു. വേഗത മാത്രമല്ല ലക്ഷ്യം, വിശ്വാസവും ആദരവും അതിഥി സൽക്കാരവും ഉൾക്കൊള്ളുന്ന യാത്രാനുഭവം സൃഷ്ടിക്കലാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 ദുബായ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFനുണ്ടായ ഉജ്ജ്വല വിജയത്തിൽ ജിദ്ദ ഏറനാട് മണ്ഡലം KMCC ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ജിദ്ദ മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുൽഫിക്കർ ഒതായി അധ്യക്ഷനായിരുന്നു. നാണി ഇസ്ഹാഖ്, അഷ്റഫ് മുല്ലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ജിദ്ദയിലെ പ്രമുഖ ഗായകർ പങ്കെടുത്ത ഗാനസന്ധ്യ ശ്രദ്ധേയമായി. UAEയിലെ സമ്പന്നരായ വിദേശികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് ഹോപ്സ് മിഡിൽ ഈസ്റ്റ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയാണ് പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളി. $5.8 ബില്യൺ MA യൂസഫ് അലിയുടെ ആസ്തി. ആകെ പട്ടികയിൽ യൂസഫ് അലി 6ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചറായ ബിനാൻസ് സ്ഥാപകൻ ചാങ്പെങ് ഷാവോയാണ് പട്ടികയിൽ മുന്നിൽ. $110 ബില്യൺ ആസ്തി. ഗൗതം അദാനിയുടെ മൂത്ത സഹോദരൻ വിനോദ് അദാനിയാണ് പട്ടികയിൽ 2ാമത്. ഇന്ത്യക്കാരായ 9 പേരാണ് പട്ടികയിൽ ഇടം നേടിയത്. തിരികെ വാർത്തകളിലേക്ക്. മില്യൺ മലയാളി ക്ലബിൽ അംഗമായി നടനും അവതാരകനുമായ മിഥുൻ രമേശ്. ദുബായിലാണ് മിഥുൻ മില്യൺ മലയാളി ക്ലബിന്റെ ഭാഗമായത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള 24ന്റെ ഇടപെടലിനെ മിഥുൻ അഭിനന്ദിച്ചു. ആഗോള മലയാളികളെ ഒരു കുടക്കീഴിലെത്തിച്ച് പരസ്പര സഹായം ഉറപ്പാക്കുന്ന 24ന്റെ മില്യൺ മലയാളി ക്ലബിന് ഗൾഫ് രാജ്യങ്ങളിലും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. നടനും അവതാരകനുമായ മിഥുൻ രമേശ് മില്യൺ ക്ലബിൽ ഭാഗമായി. സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ മനസ്സുള്ളവരെയും ഒരേ പ്ലാറ്റ്ഫോമിലെത്തിക്കുന്ന 24നെ മിഥുൻ അഭിനന്ദിച്ചു. ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഒരാവശ്യം വന്നാലേ
അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. അടുത്ത പുതിയ മന്ത്രിസഭയും കൂടി വന്നു കഴിയുമ്പോൾ അതിന് ഒരുപാട് MLA-മാര് ഇപ്പോൾ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അവരവരുടെ മണ്ഡലങ്ങളിലുള്ള കാര്യങ്ങൾ, ഡെവലപ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മില്യൺ മലയാളി ക്ലബ്ബ് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം എല്ലാ MLA-മാരും ഇപ്പോൾ മില്യൺ മലയാളി ക്ലബിന്റെ ഭാഗമാണ്. ചാരിറ്റി ഇടപാടുകൾ സുതാര്യമാകണം. അതിൽ MMC മാതൃകയാണ്. ഈ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊരു കണക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം എല്ലാവരും സ്വന്തമായിട്ട് ഹാർഡ് ഏൺഡ് മണി തന്നെയാണല്ലോ ആ ചാരിറ്റിക്ക് കൊടുക്കുന്നത്. അപ്പം ആ ചാരിറ്റി പണം കറക്റ്റായിട്ട് എത്തണം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് നടുക്ക് നിൽക്കുന്ന ആൾക്കാരുടെ കീശ വെറുപ്പിക്കാൻ ആവരുത് എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. 1-2 പേര് മോശമായിട്ട് ചെയ്യുന്നത് കാരണം പലപ്പോഴും അതിന്റെ വിശ്വാസ്യത കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഭയങ്കരമായിട്ട് കൂടാൻ. MMC ആപ്ലിക്കേഷൻ മറ്റു രാജ്യങ്ങളിലും തരംഗമാവുകയാണ്. ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് മില്യൺ മലയാളി ക്ലബിന്റെ ഭാഗമാകുന്നത്. 24 ദുബായ്. ഹാൻഡ വൈറസ് വ്യാപിച്ച MV ഹോണ്ടിയസ് ക്രൂസിലെ ഒരു യാത്രക്കാരനു കൂടി രോഗം സ്ഥിരീകരിച്ചു. കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച അമേരിക്കൻ പൗരനാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കപ്പലിലുണ്ടായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റി. ഹാൻഡ വൈറസ് വ്യാപിച്ച ഡച്ച് ക്രൂയിസ് MV ഹോണ്ടിയാസിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് കപ്പലിലുണ്ടായിരുന്ന US പൗരന്മാരിൽ ഒരാൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചത്. കപ്പലിലുണ്ടായിരുന്ന 17 US പൗരന്മാർക്ക് നടത്തിയ പരിശോധനയ്ക്കിടെ ഒരാൾക്ക് ആൻഡീസ് വൈറസിന്റെ PCR ടെസ്റ്റ് പോസിറ്റീവ് ആവുകയായിരുന്നു. യാത്രക്കാരിൽ ഒരാൾക്കുകൂടി നേരിയ തോതിൽ രോഗലക്ഷണമുണ്ടെന്നും US ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ച യാത്രക്കാരുടെ എണ്ണം 9 ആയി. അതേസമയം യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ അതത് രാജ്യങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 150ഓളം യാത്രക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. വിമാനയാത്രയ്ക്കിടെ ഫ്രഞ്ച് യാത്രക്കാരിൽ ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതായി ഫ്രാൻസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒഴിപ്പിക്കുന്ന എല്ലാ യാത്രക്കാരെയും ആശുപത്രിയിലേക്ക് മാറ്റും. ഇവർക്ക് 72 മണിക്കൂർ ആശുപത്രി ഐസൊലേഷനും ഏർപ്പെടുത്തും. ആശുപത്രി നിരീക്ഷണത്തിന് ശേഷം യാത്രക്കാർക്ക് 42 ദിവസത്തെ ഹോം ക്വാറന്റൈൻ വേണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടെ കപ്പലിലുണ്ടായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇവർക്ക് രോഗലക്ഷണങ്ങളില്ലെന്നും മാഡ്രിഡിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഡച്ച് ദമ്പതികളും ഒരു ജർമ്മൻ പൗരനുമടക്കം കപ്പലിലുണ്ടായിരുന്ന 3 പേരാണ് ഇതുവരെ ഹാൻഡ വൈറസ് ബാധിച്ചു മരിച്ചത്. കപ്പലിൽ വ്യാപിച്ച ഹാൻഡ വൈറസിന്റെ ആന്റീസ് വിഭാഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർക്ക് ഫ്രം ഹോം രീതിക്ക് പ്രാധാന്യം നൽകുക, പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുക, സ്വർണം വാങ്ങൽ കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ടുവച്ചത്. സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളോട് ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കുന്നെന്ന വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ആഗോളതലത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. पेट्रोल डीजल इतना ज्यादा महंगा हो गया है, पहले से कई गुना ज्यादा कीमतें बढ़ गई है, तो हम सबका दायित्व है पेट्रोल डीजल बचाकर हमें वो मुद्रा भी बचानी है. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനും വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി മെട്രോ ട്രെയിനുകൾ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ചരക്ക് നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണം. വർക്ക് ഫ്രം ഹോം സംവിധാനവും ഓൺലൈൻ ക്ലാസുകളും പ്രയോജനപ്പെടുത്തണം. 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കണം. അത്യാവശ്യമില്ലാത്ത വിദേശയാത്ര ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി. ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കുന്നത് രാജ്യത്ത് സാമ്പത്തിക ഭദ്രതയ്ക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും ഗുണകരമാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി. കർഷകർ രാസവളങ്ങളുടെ ഉപയോഗം 50% കുറയ്ക്കണമെന്നും ഡീസൽ പമ്പുകൾക്ക് പകരം സൗരോർജ്ജത്തിലേക്ക് മാറണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജനങ്ങൾ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരാജയത്തിന്റെ തെളിവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഉത്തരവാദിത്തത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തം മാറ്റുന്നുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. 24 ഡൽഹി. യുദ്ധം അങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും പാലക്കാട് മുതലമട മാംഗോ സിറ്റിയിലെ കർഷകർക്ക് കണ്ണീരാണ്. യുദ്ധം കാരണം മാങ്ങയുടെ കയറ്റുമതി 5-1 കുറഞ്ഞു. ഇന്ത്യൻ വിപണിയിലും മാങ്ങയുടെ വിലയിടിഞ്ഞു. രാജ്യത്ത് തന്നെ ആദ്യം മാങ്ങ വിളവെടുക്കുന്ന മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയിലെ കർഷകർക്ക് ഇത്തവണ രുചിക്കേണ്ടി വന്നത് കയ്പ് മാത്രം. കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളും അനുകൂലമായപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം തിരിച്ചടിയായി.
പ്രതിദിനം 10 ടൺ വരെ മാങ്ങ ഗൾഫ് രാജ്യങ്ങളിലേക്കുൾപ്പെടെ കയറ്റുമതി ചെയ്തിരുന്ന മുതലമടയിൽ ഇക്കുറി അത് 5-ൽ 1 കുറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ വിപണി സ്തംഭിച്ചതും വിമാന നിരക്ക് കുത്തനെ ഉയർന്നതും ബാധിച്ചു. കയറ്റുമതി കുറഞ്ഞതോടെ ടൺ കണക്കിന് മാങ്ങ മാംഗോ സിറ്റിയിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി. ഇന്ത്യൻ വിപണിയിൽ വില കുറഞ്ഞതും വലിയ തിരിച്ചടിയായെന്ന് കർഷകർ പറഞ്ഞു. ഇപ്പോൾ എക്സ്പോർട്ട് കൊണ്ട് മൊത്തം മാങ്ങയും നമ്മുടെ മാർക്കറ്റിലേക്ക്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോയപ്പോൾ വളരെ വില ഇടിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ മാങ്ങ ഉള്ളതിലൊരു 20% മാങ്ങയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുള്ളൂ, ബാക്കിയുള്ളതൊന്നും വിൽക്കാൻ കഴിയില്ല. 500 രൂപയ്ക്ക് നൽകിയിരുന്ന അൽഫോൺസ മാമ്പഴം നിലവിൽ 30 രൂപ മാത്രമാണ് ഉള്ളതെന്നും കർഷകർ പറഞ്ഞു. ഇപ്പോൾ അവർ ആ യുദ്ധമൊക്കെ ആയി എക്സ്പോർട്ടൊക്കെ നിന്ന കാരണം ഇപ്പോൾ അവർ എക്സ്പോർട്ട് നിർത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അൽഫോൺസിൻ്റെ വില 500 രൂപയ്ക്ക് വിറ്റ മാങ്ങ ഇപ്പോൾ 20 രൂപയാണ്. ബങ്കനപ്പള്ളി, ചക്കരക്കുട്ടി, ചന്ദ്രക്കാരൻ തുടങ്ങി 50ഓളം ഇനം മാങ്ങകൾ മാംഗോ സിറ്റിയിലുണ്ട്. 6000 ഹെക്ടറോളം സ്ഥലത്ത് 2000ഓളം കർഷകരാണ് മാംഗോ സിറ്റിയിലുള്ളത്. മുതലമടയിൽ മാമ്പഴക്കാലമാണ്. സീസൺ തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധം ഇവർക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് കർഷകർ. രാജീവ് സുദേവിനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.